കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്ത കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് 2021 കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നടന്നത് അല്ലെ. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയത് 8.5 ലക്ഷത്തോളം അല്ലെങ്കിൽ എക്സാമിന് അപ്ലൈ ചെയ്തത് 8.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് അപ്ലൈ ചെയ്തത്. എന്നാൽ ഈ ഒരു പ്രാവശ്യത്തിലേക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 6.5 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ്. ഏകദേശം 2 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ കുറവ് സംഭവിച്ചിരിക്കുകയാണ്. 2 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ കുറവ് ആപ്ലിക്കേഷൻ അല്ലെ അപ്ലൈ ചെയ്യുന്നതിൽ സംഭവിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം നടന്നത് 2021 എക്സാം നടന്നത്. ഈ പറയുന്ന ലിസ്റ്റിന്റെ കാലാവധി എന്ന് വരെ ഉണ്ടാവും? 2027 ജനുവരി 11 വരെ. 2027 ജനുവരി 11 വരെ നിലവിലുള്ള ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും. നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഏകദേശം 2522 പേർക്ക് നിയമനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന 2027 ജനുവരി 11 ആയതുകൊണ്ട് തന്നെ ഇനിയും നിയമനങ്ങളുടെ എണ്ണം കൂടാനാണ് സാധ്യത. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിലെ ലിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ടോട്ടല് ഏകദേശം 7264 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്ന് ഏകദേശം 2522 പേർക്ക് ഇതുവരെ നിയമനങ്ങൾ പോയിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാം ആണ്. കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം ആണ്. കട്ട് ഓഫും കൂടുതലാണ്. കാരണം സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കൂടുതലാണ്. സോ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്കൊരു ആവശ്യമാണ്. അപ്പൊ ഈ ഒരു എക്സാം എന്നത്തേക്ക് നടക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അല്ലെ. നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തു. സാധാരണഗതിയിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എക്സാം നടക്കും എന്നുള്ളതാണ് കണക്ക്. അപ്പൊ നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാം ഏത് സമയത്തേക്ക് നടക്കുമെന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും 2026 മാർച്ചിലോ അതിനുശേഷമോ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് എന്ത് നടക്കും? നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാം തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ്. ആ ചുരുങ്ങിയ സമയം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആദ്യത്തെ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അത്ര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നുമല്ല. LGS ലെവലിന്റെ സിലബസ് ആണ്. അങ്ങനെ വലിയ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊന്നും നമുക്ക് വരില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. കൃത്യതയുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അവസരങ്ങളുണ്ട്, നിയമനങ്ങളുണ്ട്, സമയമുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ വരാൻ പോകുന്ന അവസരം, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ വരാൻ പോകുന്ന വലിയൊരു അവസരം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും. അല്ലെ, സ്റ്റേറ്റ് വൈഡ് ഒരു എക്സാം ആണ്, അല്ലെ കട്ട് ഓഫ് കൂടുതലല്ലേ എന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ട ഒരൊറ്റ റാങ്ക് മതി. അല്ലെ, നമുക്കൊരൊറ്റ റാങ്ക് മതി. ഏറ്റവും സേഫ് ആയിട്ടുള്ള നല്ലൊരു മികച്ച റാങ്ക്. ആ റാങ്ക് നമുക്ക് വേണ്ടി, നമ്മൾ ആ ഒരു റാങ്കിന് വേണ്ടി പരിശ്രമിക്കുക. ബാക്കി റാങ്ക് മറ്റുള്ളവർ എടുത്തോട്ടെ, നമുക്ക് വേണ്ട റാങ്കിന് വേണ്ടി നമ്മൾ വ്യക്തമായിട്ട് പരിശ്രമിക്കുക. സോ അവസരങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ പോയാലും 2027 ജനുവരി 11 നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. അത് മുന്നോടിയായിട്ട് എങ്ങനെ പോയാലും ഒരു 3000-ഓളം വേക്കൻസിയിലും എന്ത് ചെയ്യാം? ഫില്ലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അവസരം മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യതയോടെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ ഏകദേശം 2 ലക്ഷത്തോളമുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് പറഞ്ഞ് കോമ്പറ്റീഷൻ കുറയുന്നു എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. നല്ല കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവും. 6 ലക്ഷം പേരിൽ നിന്ന് നിങ്ങൾ ആദ്യത്തെ 1000 അല്ലെങ്കിൽ 2000 ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തണം. അപ്പൊ ആ കോമ്പറ്റീഷൻ ഉണ്ട്. ആ കോമ്പറ്റീഷൻ നമ്മളൊരു ബയോളജിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ലോ പറയും അല്ലെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതിൽ കരുത്തരായിട്ടുള്ളവർ നിലനിൽക്കും. അപ്പൊ ഈ ഒരു വലിയൊരു മത്സരമാണ്. അതിൽ നിങ്ങളുടെ കരുത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തുക, ജോലി വാങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സമയമുണ്ട്. മാർച്ച് അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അവസരം കൃത്യമായിട്ട് മനസ്സിലാക്കി, കൃത്യമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനിയും കമ്പനി ബോർഡ് LGSന്റെ പഠനം തുടങ്ങാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ലൈവ് സെക്ഷനിലൂടെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് വീക്കിലി എക്സാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത്, മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത്, റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് കമ്പനി ബോർഡ് LGSന്റെ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ
നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും വീക്കിലി എക്സാമുകൾ ആണെങ്കിലും മോഡൽ എക്സാമുകൾ ആണെങ്കിലും ലൈവ് സെക്ഷൻസ് ആണെങ്കിലും മെന്റർഷിപ്പ് ക്ലാസ്സുകൾ ആണെങ്കിലും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു എക്സാമിന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ നിങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമ്പനി ബോർഡ് LGS അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.